അച്ഛൻ കാരണം ഒരുപാട് ജീവിതത്തിൽ സഹിച്ചും കഷ്ടപ്പെട്ട് വളർന്നു വരുന്ന ആളാണല്ലോ ഗംഗ. ഓഫ്കോഴ്സ് ചൈൽഡ്ഹുഡ് ട്രോമ എല്ലാം കാരണം അച്ഛൻ ശരിക്കും നോക്കാത്തത് കൊണ്ടാണല്ലോ. അങ്ങനെ ഇരിക്കെ അപ്പു ആസ് എ ഫാദർ അപ്പുവിന്റെ ലൈഫിൽ ഗംഗ വരുന്നത് കൊണ്ട് അപ്പുവിന്റെ കുട്ടിയെ ഇത് എത്രത്തോളം ബാധിക്കും? ഗംഗയ്ക്കുണ്ടായ സെയിം ചൈൽഡ്ഹുഡ് ട്രോമ സ്വന്തം അച്ഛൻ നിന്ന് കിട്ടേണ്ട സ്നേഹം എല്ലാം നിഷേധിക്കുമല്ലേ ആ കുട്ടിക്ക് നിങ്ങളുടെ മാരേജ് വഴി ഉണ്ടാകുന്നത്? ഓക്കെ, അതിൽ എന്താണ് ഗംഗയുടെയും അപ്പുവിന്റെ ഒപ്പീനിയൻ? യു ക്യാൻ നെഗ്ലക്ട് ദിസ് ക്വസ്റ്റ്യൻ ഇഫ് യു വാണ്ട് ദിസ്. ജസ്റ്റ് think by yourself and give a genuine reply. Anyway, happy married life dear. Stay strong and beautiful. Okay അപ്പൂട്ടാ മനസ്സിലായില്ല അപ്പൂട്ടനെ പറയാനുള്ളത്? അമ്മൂന്റെ ലൈഫിൽ നടന്നതും എന്റെ ലൈഫിൽ നടന്നതും എന്റെ രണ്ട് കാര്യങ്ങളാണ്. എന്റെ ഫീലിംഗ്സ് അല്ലെങ്കിൽ എന്റെ ആദ്യമേ ഞാൻ പറയാം, അപ്പൂനെയും എന്റെ അച്ഛനെയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ കമ്പയർ ചെയ്യാൻ പോലും അർഹിക്കുന്നില്ല എന്റെ അച്ഛൻ അപ്പൂനെ വെച്ചിട്ട്. കാരണം എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ കണ്ടു വളർന്നത്, ഞാൻ കണ്ടത് എന്ന് പറയണത്, ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് പറഞ്ഞേക്കാനും ഞാൻ ശ്രീകണ്ഠനായ ഷോയിലോ ജോഷ് ടോക്കിലോ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് 10-15% മാത്രമാണ്. ബാക്കി ഉള്ള 85% നിങ്ങൾക്ക് ആർക്കും അറിയൂടെ ആ വ്യക്തി എന്താണെന്നുള്ളത്. ആ വ്യക്തി ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ട്രോമ എന്ന് നിങ്ങൾ അതിൽ പറഞ്ഞില്ലേ. ഓഫ്കോഴ്സ് എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട്, അത് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നലെയും രാത്രി അറിയാം എല്ലാവരും ഇപ്പൊ അമ്മ വിളിക്കുക എന്നാ വിളിക്കണം. അന്ന് എനിക്കിപ്പോ ഇതായിപ്പോ യൂസ്ഡ് ആയിപ്പോ. അപ്പൊ നമ്മൾ ഒരുമിച്ച് ചിലപ്പോഴപ്പോ ഞാൻ ഇങ്ങനെ പേടി വരുമ്പോഴത്തേക്ക് മീൻസ് ആ ഒരു ട്രോമ എനിക്കൊരിക്കലും എന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയതുകൊണ്ട് ഉണ്ടായതല്ല. എനിക്ക് കുഞ്ഞിലുണ്ടായ ഒരു ചൈൽഡ് അബ്യൂസ്, എനിക്കുണ്ടായ ഒരു സെക്ഷൽ ചൈൽഡ് അബ്യൂസിൽ നിന്ന് എനിക്കുണ്ടായ ഒരു ട്രോമയാണ്. എന്റെ ലൈഫിൽ 2 തവണ എനിക്കൊരു സെക്ഷൽ അബ്യൂസ്, എനിക്ക് ചൈൽഡ് അബ്യൂസ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ ട്രോമയാണ് ഞാൻ ഈ രാത്രി വിളിക്കുന്നത്. എനിക്ക് രാത്രി ഇരുട്ടത്ത് ഒരു നിഴൽ കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായ ഒരു ചൈൽഡ്ഹുഡ് അബ്യൂസിൽ നിന്നുണ്ടായ ട്രോമയാണ്. അല്ലാതെ ഒരിക്കലും എന്റെ അച്ഛനും അമ്മയും ഹെൽത്തി വേയിൽ ഡിവോഴ്സ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്റെ അച്ഛൻ ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ ഓഫ്കോഴ്സ് എനിക്ക് ഇങ്ങനെ ലൈക്ക് എന്താ പറയാ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരൂലായിരുന്നു. ആൻഡ് എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തി, എനിക്ക് ആ വ്യക്തി എന്ന് നമുക്ക് പറയാം, ആ വ്യക്തി അപ്പൂടെ തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കലും അപ്പൂന് എക്സ് വൈഫിനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എടുത്തിട്ട് അടിക്കുകയോ ശാരീരിക ഉപദ്രവം ചെയ്യുകയോ ചീറ്റ് ചെയ്യുകയോ തെറി വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ ലൈക്ക് ആ വ്യക്തി, അതായത് നിങ്ങൾ ഈ പറയുന്ന കമ്പയർ ചെയ്യാൻ പറഞ്ഞ ആ വ്യക്തി ഇതിനെല്ലാം എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ്. ഇപ്പം 1-2 തെറി വിളിക്കണം ശരിയാണെന്നല്ല, പക്ഷെ 1-2 തെറിയോ അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ നേരം എടുത്ത് അവസാനം വരെ വായിൽ തെറി മാത്രം വിളയാടുന്ന ആ വ്യക്തിക്ക്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി സംസാരിക്കാൻ താല്പര്യമില്ല, എന്നാലും ഞാനത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഒരു അബ്യൂസോ ട്രോമയോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ കുഞ്ഞിനെ ഒരിക്കലും എടുത്തിട്ട് അടിക്കുകയോ കുഞ്ഞിനെ മെന്റലി ടോർച്ചർ ചെയ്യോ ഫിസിക്കലി ടോർച്ചർ ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ആ വ്യക്തിയും ഒരേപോലെ ആവുന്നത്? പിന്നെ എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമ, ഇപ്പം മേ ബി എനിക്കൊരു ഹെൽത്തി പാരന്റ് ആ സൈഡില് ഹെൽത്തി ആളാണെന്നുണ്ടെങ്കിൽ അവര് നല്ല രീതിക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ ഒരിക്കലും മേ ബി എന്നെ ബാധിക്കുന്നതാണ്. ലൈഫിൽ ആദ്യമായിട്ട് ഡിവോഴ്സ് ആവുന്നവരല്ല, കുഞ്ഞുണ്ടായിട്ട് ആദ്യമായിട്ട് ഡിവോഴ്സ് ആവുന്നവരല്ല അപ്പവും എക്സ് വൈഫും. അപ്പം അതൊരു മോശം കാര്യമാണ്. ഒരുമിച്ച് പോകാൻ പറ്റാത്ത